ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് പഴയ സോവിയറ്റ് യൂണിയന്റെ ആ ഒരു സ്വപ്നവും പേര് നടക്കുന്ന ആളാണ്. പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും ചിന്നിച്ചിതറിപ്പോയി. അങ്ങനെ പോയ രാജ്യങ്ങളെയൊക്കെ തിരിച്ച് പിടിച്ചടക്കി തൻ്റെ കീഴിൽ കൊണ്ടുവരണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഉക്രൈനെതിരെ നടപടിയെടുത്തത്. 2012 തോന്നുന്നു. ക്രിമിയ പിടിച്ചെടുത്തുകൊണ്ടാണ് പരിപാടി തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 3 വർഷമായിട്ട് സായുധമായ യുദ്ധമാണ് രണ്ടുപേരും നടന്നുകൊണ്ടിരുന്നത്. നിരന്തര യുദ്ധം. ഒരു തരത്തിലും അത് പരിഹാരമില്ലാതെ തുടരുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ട്രംപ് പലവട്ടം ശ്രമിച്ചു. പക്ഷേ പുടിൻ്റെ കടുംപിടുത്തത്തിലെല്ലാം തട്ടിത്തെറിച്ചു. അതുമാത്രമല്ല, ഇതിൻ്റെ പേരിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾക്കിടയിലും യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുമൊക്കെ കടുത്ത ഭിന്നതയും രൂപപ്പെട്ടു. ട്രംപിനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോഴും ഇങ്ങനെ അയവില്ലാതെ തുടരുന്നത്? ഇതിനൊരു പരിഹാരം ഉടനെ എങ്ങനെ ഉണ്ടാവുമോ? ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് റഷ്യ ആക്രമിക്കുകയായിരുന്നു ആദ്യം. അതുപോലെ അമേരിക്കയും കൂടെ ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് റഷ്യക്കെതിരെ നടന്നുകൊണ്ടിട്ട്. ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു റഷ്യ. ഇപ്പോൾ സ്ഥിതിഗതികൾ അങ്ങ് മാറി. ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം ഉക്രൈൻ പ്രധാനമന്ത്രി സെലൻസ്കിയെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ ഒന്നുമില്ലാത്ത രാജ്യത്തെ ഈ വമ്പൻ കരടിയായിട്ടുള്ള റഷ്യയുടെ കയറി ആക്രമണം നടത്തി, എന്താ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞ് ഫയർ ചെയ്തു. കുറേയൊക്കെ ശരിയാണ് തന്നെ. തെരഞ്ഞെടുപ്പ് ഇന്ന് വരെ നടന്നിട്ടില്ല. ഡെമോക്രാറ്റിക് രാജ്യമാണെന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഇന്ന് വരെ നടത്തിയിട്ടില്ല. എന്നു മാത്രമല്ല, ഈ ഇറാനിലെ ജനങ്ങളെ പോലെ യുദ്ധസന്നദ്ധരല്ല യുക്രൈനിലെ ജനങ്ങൾ. ഇപ്പോൾ ഒരു റഷ്യക്കെതിരെ ജർമ്മനി യുദ്ധം ചെയ്തപ്പോൾ യുക്രൈനിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ റഷ്യൻ അനുകൂലികളാണ്. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ റഷ്യ ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്രമണത്തിലൂടെ പിടിച്ച് അവർ കയ്യിലാക്കിയിട്ടുണ്ട്. അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുക. അത് ജന്മത്തിൽ യുക്രൈൻ വിചാരിച്ചാലും വിട്ടുകൊടുക്കില്ല. ഇതേ മതി, ഇതവർക്ക് കയ്യിൽ കിട്ടിയാൽ മതി. അത് വിട്ടുകിട്ടണമെന്ന് പറഞ്ഞാൽ യുക്രൈൻ സമരം നടത്തുന്നത്, യുദ്ധം നടത്തുന്നത്. അതിനെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലുതായിട്ടൊന്നും സഹായിക്കാനില്ല. അവർക്ക് സാമ്പത്തിക നില ഭദ്രമല്ല. അപ്പോൾ ഇത് അമേരിക്കയാണ് സഹായിക്കുക. അമേരിക്ക ആദ്യമൊക്കെ ജോ ബൈഡൻ്റെ കാലത്ത് നല്ലതുപോലെ സഹായിച്ചിരുന്നു. അവരുടെ പിൻബലം കൊണ്ടാണ് ഉക്രൈൻ ഇത്ര നാൾ പിടിച്ചത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പം 5 പൈസ നമ്മുടെ നാടൻ പുറത്ത് പറയത്തില്ലേ, 5 പൈസ കാശെടുക്കാനില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ ആയിരിക്കും യുക്രൈൻ. യുദ്ധം ചെയ്ത് മുഴുവൻ തീർന്നു. തന്നെയുമല്ല, അവരുടെ ഊർജ പ്ലാന്റുകൾ മുഴുവൻ തകർത്തിരിക്കുകയാണ്. അമേരിക്ക എന്താണോ ഇറാനോട് ചെയ്യുമെന്ന് ഇപ്പോൾ പറഞ്ഞത്, ഹോർമൂസ് കടലിടക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ കണ്ടീഷൻ, അതേ കാര്യം റഷ്യ ഒരു കണ്ടീഷനും പറയാതെ നേരത്തെ തന്നെ യുക്രൈനിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉക്രൈൻ മുഴുവൻ ഇപ്പോൾ ഏതാണ്ട് ഇരുട്ടിലാണ്. വെളിച്ചമില്ല, ഊർജം പ്രവർത്തിക്കുന്നില്ല. വെളിച്ചം മാത്രമല്ല, അവിടെ ഒരു ശൈത്യമേഖലയാണ്. പ്രവർത്തിച്ചില്ലെങ്കിൽ കറക്റ്റ് ഫയർ പ്ലേസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല വീടുകളിൽ. കുട്ടികളുടെ കാര്യം പോലും വലിയ കഷ്ടത്തിലാണ്. ആവശ്യമില്ലാത്ത ദുരഭിമാനത്തിൻ്റെ പേരിലുള്ള യുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ യുക്രൈനാക്കി മാറ്റിയത് സ്റ്റാലിൻ്റെ കാലത്താണ്. വേണ്ട സാധനങ്ങളും വേണ്ട ചെർണോബിൽ പോലുള്ള സംഭവങ്ങളും എല്ലാം കൊടുത്തത് സ്റ്റാലിനാണ്. ഉദാരമായിട്ട് അവിടെ വികസനം നടപ്പാക്കിയ ഒരു വ്യക്തിയാണ് സ്റ്റാലിൻ. ഒരുപാട് തലകൊയ്ത ദുഷ്ടനായ കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഉക്രൈന് വേണ്ടി ഒരുപാട് ചെയ്യും. അതിൻ്റെ ഒരു വികസനമാണ് ഉക്രൈനിലുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളോട് മത്സരിക്കാനുള്ള ഒരു ക്ഷമത അവർക്കുണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ അഹങ്കാരമായി. സോവിയറ്റ് റഷ്യൻ പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റ് തുടങ്ങിയ ആ പ്രവർത്തനങ്ങളെ തുടർന്ന് വളരെ വിഘടിച്ച് ഭിന്നമായി തകർന്നുപോയ അവസ്ഥയിൽ, അതായത് അവിടെ ബ്രെഡിന് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു. ആ ഒരവസ്ഥ വന്നപ്പോൾ യുക്രൈൻ ഇവർ കൊള്ളരുത്, ഇവർ പട്ടിണി രാജ്യം, ഞങ്ങൾ യൂറോപ്പുമായിട്ട് കൂട്ടുകൂടിക്കൊള്ളാം, അവരാണ് നല്ല ഇവിടെ കാണാൻ കൊള്ളാവുന്ന ഡ്രസ്സും ഒക്കെ ഇട്ട കൂട്ടുകാരെന്ന് ചില കുട്ടികൾക്കുള്ള മനഃശാസ്ത്രം പോലെ അവരുമായിട്ട് ചേർന്നു. ചരിത്രപരമായിട്ട് യുക്രൈൻ എന്ന് പറയുന്നത് യൂറോപ്പുമായിട്ട് ഒരു തരത്തിലും ഭാഗമല്ല. അവർ റഷ്യയുടെ തന്നെ ഭാഗമാണ്. റഷ്യൻ വംശജരാണ്. നാസികളോട് പോരാടി വീര്യം കാട്ടിയവരാണ്. ഇന്ന് ഇറാൻ കാണിക്കുന്ന വീര്യം പോലെ ആ നാസികളെ തന്നെയാണ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് റഷ്യക്കെതിരെ ഇപ്പോൾ ഒരു യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. അതാണ് എൻ്റെ ചരിത്രപരമായിട്ടുള്ള ചരിത്രം ആവർത്തിക്കുന്നു. 2ാം വട്ടം പ്രഹസനമായി എന്ന് പറയുന്ന പ്രഹസനം ഇപ്പോൾ കാണുന്നത്. യുക്രൈൻ പൗരന്മാർക്കൊന്നും താല്പര്യമില്ല യുദ്ധം ചെയ്യാൻ. റഷ്യയുമായിട്ട് യോജിച്ചു പോയാലും കുഴപ്പമില്ല, യൂറോപ്പുമായിട്ട് യോജിച്ചു പോയാലും കുഴപ്പമില്ല. അവരുടെ കുട്ടികളുടെ കാര്യം സേഫ് ആകണം. റഷ്യക്ക് അതല്ല. റഷ്യ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോവിയറ്റ് റഷ്യൻ്റെ പാരമ്പര്യം അല്ല അവരുദ്ദേശിക്കുന്നത്. സ്റ്റാലിൻ്റെയോ ലെനിൻ്റെയോ പാരമ്പര്യമേ അല്ല. അതിനും അപ്പുറത്തോട്ട്, അതിനും പുറകോട്ട് പോയിട്ട് പീറ്റർ ചക്രവർത്തി, അതാണല്ലോ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ്. ആ പീറ്റർ ചക്രവർത്തിയുടെ കാലത്തെ
ആ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വ്യഗ്രതയാണ് വ്ളാഡിമിർ പുടിനുള്ളത്. അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല അദ്ദേഹം. ഈ മേക്ക് അമേരിക്ക ബിഗ് അഗെയിൻ എന്ന് പറയുന്ന പോലെ ആ ഒരു പുരാതനമായ സംസ്കാരത്തിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം ഇദ്ദേഹം പുലർത്തുന്നുണ്ട്. അതാണ് അവരുടെ ആഗ്രഹം. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ യുക്രൈനിലെ ധാരാളം പ്രദേശങ്ങൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്നതായിട്ടുണ്ട്. റഷ്യൻ സംസ്കാരം അവർ കൊള്ളുന്നു, അല്ലാതെ യൂറോപ്പിലെ ഭാഷയോ ഇംഗ്ലീഷോ അല്ല. അവർക്ക് റഷ്യയോടാണ് അഭിനിവേശം. ആ ഭാഗങ്ങളാണ് ഇയാൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നത്. അതാണ് ചെയ്തിരിക്കുന്നത്. അതാണ് യുക്രൈൻ ഇഷ്ടപ്പെടാതെ അതും കൂടെ ഞങ്ങൾക്ക് ഇനി വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉക്രൈൻ ഉന്നയിക്കുന്നത്. അതിനെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നാറ്റോ സഖ്യം പിന്തുണയ്ക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ തങ്ങൾക്കും ഈ നാറ്റോ ക്ലബ്ബിൽ അംഗത്വം ലഭിക്കുന്ന ഒരു വ്യാമോഹം കൂടി സെലൻസ്കിക്ക് ഉണ്ടായിരുന്നു. അത് ഒരിക്കലും നടക്കുകയില്ലെന്ന് ട്രംപ് തന്നെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം, തൊട്ടടുത്തുള്ള നോർവേ എന്ന പ്രദേശം കൂടി ഈ നാറ്റോ ക്ലബിലേക്ക്, നാറ്റോ ആണോ ഫിൻലാൻഡ് ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ നമ്മളെക്കാളിലും എലീറ്റാണ്, അവർ പറഞ്ഞ തിരുത്തിക്കോട്ടെ. ഏത് രാജ്യമായാലും ആ രാജ്യത്തെ കൂടി ഇതിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു നാറ്റോ ക്ലബിന്. അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ചുറ്റും നാറ്റോ രാജ്യങ്ങൾ നടുക്കൊരൊറ്റ റഷ്യയും, ഒരേ ഒരു റഷ്യയും മാത്രമാവും. ഒറ്റപ്പെട്ടു പോകും. അത് വലിയൊരു അപകടാവസ്ഥ. പത്മവ്യൂഹത്തിനകത്ത് അകപ്പെട്ട പോലെയാവും. മനസ്സിലായില്ലേ? അതിനകത്ത് അകപ്പെട്ടതുപോലെ ആകുമെന്നുള്ളത് കൊണ്ടാണ് അതിനെ എല്ലാവിധത്തിലും പ്രതിരോധിക്കാൻ വേണ്ടി പുടിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പരാക്രമമാണ് അദ്ദേഹം കാണിച്ചത്. എന്ത് ചെയ്യും? ചുറ്റും ശത്രുക്കളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, ഇപ്പോൾ ഉക്രൈൻ്റെ ഏതാണ്ട് 5ഓളം പ്രവിശ്യകൾ വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞു. അതില് പരമാധികാരം ഞങ്ങൾക്ക് ആണ് എന്നുള്ളതാണ് ഇപ്പൊ പുടിന്റെ ഒരു ലൈൻ. ഈ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നാണ് ഇപ്പോഴും ട്രംപും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് സംബന്ധിച്ച ചർച്ചകൾ കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ആ ചർച്ചയിലും വന്നിരിക്കുന്നത് വളരെ പുരോഗമനാത്മകമായ ചർച്ചയാണ്. അത് വളരെ ശുഭ പ്രതീക്ഷ ഉളവാക്കുന്നതാണെന്ന് പറഞ്ഞ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു പക്ഷേ ഈ ചർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പരിഹാസം എന്ന രീതിയിൽ പുടിൻ എടുക്കുന്ന നിലപാട്, ഇപ്പൊ ഉക്രൈനിൽ അവിടെ ജനാധിപത്യ സർക്കാർ അല്ല, അവിടെ ജനാധിപത്യ സർക്കാരിന്റെ കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ സെലൻസ്കി കടിച്ചു തൂങ്ങി കിടക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണകൂടവുമായിട്ട് ചർച്ച ചെയ്ത ഒരു കരാർ ഉണ്ടാക്കിയാൽ ആ കരാറിന് സാധുതയുണ്ടോ? കാര്യം അവിടെ അധികാരമില്ലാത്ത ഭരണാധികാരിയാണ് ഇപ്പോഴുള്ളത്. വാസ്തവത്തിൽ അവിടെ ഇപ്പൊ പട്ടാള ചട്ടം പ്രകാരം അധികാരം തുടരുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഭരണകൂടം അതുവരെയായിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു ലൈനാണ് എടുത്തേക്കുന്നത്. പുടിൻ നടത്തുന്ന ചർച്ച എന്ന് പറഞ്ഞ് ഈ സെലൻസ്കിയുമായിട്ടല്ല അമേരിക്കയുമായിട്ടാണ് ചർച്ച. ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല അവര്. കാരണം ദേ ആർ ഇൻ എ പൊസിഷൻ ഓഫ് സ്ട്രെങ്ത്. അതിൻ്റെ കൂടെ ഇവൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അതായത് പറയാൻ വന്നു, യൂറോപ്യൻ പാർലമെന്റിൽ ഇവര് കൈ നീട്ടി നിൽക്കുകയാണ്. അതായത് ഒരു 190 ബില്യൺ ദശലക്ഷമല്ല ബില്യൺ കോടിയുടെ വായ്പ വേണമെന്നും പറഞ്ഞ് നിൽക്കുക. ഹംഗറിയുടെ പ്രസിഡന്റ്, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു എന്ന് പറയുന്നത്, ഹംഗറിയുടെ പ്രധാനമന്ത്രിയായ വിക്ടോർ ഓർബാൻ എന്നാണ് അവർ ഉച്ചരിക്കുക. വിക്ടോർ ഓർബാൻ പറഞ്ഞിരിക്കുന്നത്, ജന്മത്ത് ഞാനിത് അനുവദിക്കില്ല. അവിടെ എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ ഒറ്റ അംഗം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമാണ്. ആ രാജ്യം എതിർത്ത് കഴിഞ്ഞാൽ ഈ ലോൺ അനുവദിക്കില്ല, പാസ്സാവുകയില്ല. ഇതപ്പോൾ കിട്ടുകയില്ല. ഈ 90 ബില്യൺ ഇല്ലെങ്കിൽ ഉക്രൈന് പിടിച്ചെടുക്കാൻ പറ്റില്ല. 5 പൈസ നയ പൈസ കാശില്ല. അല്ല, നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഈ യൂറോപ്യൻ ബാങ്കില്, യൂറോപ്യൻ കൂട്ടായ്മയുടെ കീഴിലുള്ള ബാങ്കിലുള്ള റഷ്യൻ നിക്ഷേപങ്ങൾ മുഴുവൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടിരിക്കുക നിലവില്. അത് നേരെ കൊടുത്തിട്ടുണ്ടെന്ന് യുക്രൈന് വായ്പയായിട്ട് കൊടുക്കാൻ, വായ്പയല്ല, അവർക്ക് യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴത്തെ പ്രതിരോധ സാമഗ്രികളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു വീതം എന്ന രീതിയിൽ കൊടുക്കാൻ ഉള്ള നീക്കമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അത് വലിയ നിയമപ്രശ്നമാണ്. കാര്യം അത് മാത്രമല്ല, റഷ്യ അപ്പോൾ തന്നെ പ്രതികാര നടപടിയും പറഞ്ഞു. കാര്യം ഇവരുടെ സമ്പത്തുകൾ കുറെയൊക്കെ റഷ്യയുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ മറന്നേക്കും എന്നുള്ളൊരു നിലപാടാണ് അവരെടുത്തത്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ യൂറോപ്യൻകാർ അങ്ങനെ ചെയ്യും. കുറച്ചുകൂടെ സിവിലൈസ്ഡ് ആണ് അവര്. അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അങ്ങനെ ഇറാനോ ഇസ്രായേലോ പെരുമാറുന്ന പോലെ അവർക്ക് പെരുമാറാൻ പറ്റില്ല. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അത് വ്യാമോഹം മാത്രമാണ്. കാരണം നിയമപരമല്ല ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ഡെമോക്രസികളിൽ അവിടുത്തെ പ്രതിപക്ഷം വരെ തകർക്കും, അവിടെ ഇല്ലാതാവും. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജനാധിപത്യ രാജ്യങ്ങളാണല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ വേറൊരു കാര്യം കൂടെ പങ്കുവെക്കാം. അതായത് ഉക്രൈന് നിങ്ങൾ ഇൻ്റലിജൻസ് കൈമാറി, അമേരിക്കയോടാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഞങ്ങളുടെ ആക്രമണങ്ങളെ ഇത്ര നാളും പ്രതിരോധിച്ചത്. ഇത് തുടരുകയാണെങ്കിൽ ഇറാന് ഞങ്ങളും ഞങ്ങളുടെ ഇൻ്റലിജൻസ് അറിയാമല്ലോ, ഒന്ന് പ്രത്യാഘാതം എന്താണെന്ന് ഷെയർ ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ ആ പ്രതിരോധം പിൻവലിച്ചു. ഈ കാരണങ്ങളെല്ലാം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ
ഒരു പക്ഷേ ട്രംപ് നിർബദ്ധനായതെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.